പ്രൈസ് ദി ലോർഡ്. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. ഈ ഡെയിലി പ്രോമിസ് വേർഡ് എന്ന ശുശ്രൂഷയിൽ ഒരുമിച്ച് കർത്താവിൽ പ്രാർത്ഥിക്കുവാനും ദൈവവചനം ധ്യാനിക്കുവാനും ദൈവിക വാഗ്ദത്തങ്ങളെ മുറുകെ പിടിച്ച് അനുഗ്രഹത്തോടെ ജീവിക്കുവാനും കർത്താവിൻ്റെ അനുഗ്രഹങ്ങളെ കാണുവാനുമൊക്കെ കർത്താവ് ഇടയാക്കുന്നത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം. പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുവാൻ കർത്താവ് നൽകുന്ന എല്ലാ ദൈവകൃപയ്ക്കായി സ്തോത്രം. എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. ഇന്ന് വലിയൊരു സമാധാനത്തിൻ്റെ, വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. സ്വർഗത്തിലെ ദൈവം ഇന്ന് പകലിലും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവവചനം സംബന്ധിച്ച് 2 വാക്യങ്ങൾ വായിക്കുന്നു. പുറപ്പാട് പുസ്തകം 17-ാം അധ്യായം 14-15 വാക്യങ്ങൾ തന്നെയാണ്. യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയായിട്ട് ഒരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കും. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. പിന്നെ മോശെ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസ്സി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. പ്രിയമുള്ളവരെ, അമാലേക്കിൽ നിന്ന് വലിയൊരു വിജയം ദൈവജനത്തിനുണ്ടായി. മോശയുടെ കൈകൾ ഒരു വടിയുമെടുത്ത് കൈകൾ ഉയർത്തിപ്പിടിച്ച് നിൽക്കുമ്പോൾ ഇസ്രായേൽ ജനം അമാലേക്കരുമായിട്ടുള്ള യുദ്ധത്തിൽ ജയിക്കുന്നു. കൈകൾക്ക് ഭാരം കൂടിയപ്പോൾ കൈകൾ താഴ്ത്തുമ്പോൾ ഇസ്രായേൽ തോൽക്കുന്നു. എന്നാൽ അഹരോനും ഹൂരും 2 വശങ്ങളിലും നിന്ന് കൈകൾ താങ്ങിപ്പിടിച്ച് കൈകൾ ഉയർത്തി നിർത്താൻ സഹായിച്ചപ്പോൾ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കുന്നതുവരെയും അവർ ഇരുവശങ്ങളിലും കൈകൾ, മോശയുടെ കൈകളെ താങ്ങി ഉയർത്തി നിർത്തുവാനിടയാണ്. വലിയൊരു വിജയത്തിന് ശേഷം യഹോവ മോശയോട്, നീ ഇത് ഓർമ്മയായിട്ടൊരു പുസ്തകത്തിൽ എഴുതി യോശുവയെ കേൾപ്പിക്കുക. ഞാൻ അമാലേക്കിൻ്റെ ഓർമ്മ ആകാശത്തിൻ്റെ കീഴിൽ നിന്ന് അശേഷം മായ്ച്ചു കളയുമെന്ന് കൽപ്പിച്ചു. എന്നിട്ട് പിന്നെ മോശ ഒരു യാഗപീഠം പണിതു. അതിന് യഹോവ നിസ്സി, യഹോവ എൻ്റെ കൊടി എന്ന് പേരിട്ടു. ഒരു യാഗപീഠം പണിത മോശ അതിന് പേരിട്ടു യഹോവ നിസ്സി. യഹോവ എൻ്റെ കൊടി എന്നാണ് അതിൻ്റെ അർത്ഥം. പ്രിയമുള്ളവരെ, വലിയവനായ യഹോവയായ ദൈവം തൻ്റെ ജനത്തിന് വലിയ വിജയം, ശത്രുക്കളിൽ നിന്ന് വിജയം നേടിക്കൊടുക്കുന്നു എന്നുള്ളതാണ്. ഒരു വലിയ കൊടി യഹോവ നിസ്സി എന്നുള്ളത്. എൻ്റെ കൊടി യഹോവയാണ്. ഓരോ ദൈവമക്കൾക്കും അവരുടെ ദൈനംദിന ജീവിതത്തിൽ അവർക്ക് ഉയർത്തിപ്പിടിക്കാൻ ഒരു കൊടിയുണ്ട്. ശത്രുക്കളുടെ മുൻപിൽ ഉയർത്തി നിർത്താൻ ഒരു കൊടിയുണ്ട്. ഇന്ന് ആ യാഗപീഠം മോശ പണിതപ്പോൾ അതിനെ യഹോവ നിസ്സി, യഹോവയുടെ കൊടിയാന്ന് പേരിട്ടു. ആ വലിയ വിജയത്തിൻ്റെ ഓർമ്മ പോലെ ദൈവജനത്തിന് വിജയം നൽകി കൊടുക്കുന്ന, ഉയർത്തിപ്പിടിക്കാനുള്ള, എനിക്കും നിങ്ങൾക്കുള്ള വലിയ കൊടിയാണ് കർത്താവായ യേശു. പ്രിയമുള്ളവരെ, ശത്രുവിൻ്റെ പോരാട്ടത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച് നടത്തുന്നത് യേശു എന്ന നാമമാണ്. യേശു. നമുക്ക് നമ്മുടെ കർത്താവിനെ ഇന്ന് പ്രഭാതത്തിലും യേശുവിൻ്റെ നാമത്തെ നമുക്ക് ഉയർത്താം, കർത്താവിനെ മഹത്വപ്പെടുത്താം. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് ഇന്ന് ഫേസ് ചെയ്യുന്ന എല്ലാ കാര്യാദികളുടെ മേലെ, പ്രത്യേകിച്ച് ശത്രുവിൻ്റെ എല്ലാ പോരാട്ടങ്ങളുടെ മേലെ വലിയ വിജയത്തെ നൽകി തന്ന് അനുഗ്രഹമായി നടത്തുന്നൊരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. നമുക്ക് കർത്താവിൽ ആശ്രയിക്കാം, വിശ്വസിക്കാം. തൻ്റെ ജനത്തിന് വിജയം നൽകുന്ന യേശുവിനെ ഇന്ന് പകൽ ഈ പ്രഭാതത്തിൽ നമുക്ക് യേശുവിൻ്റെ നാമത്തെ ഉയർത്താം. ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുന്ന ഈ ഒരു പ്രഭാതത്തിൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങളുടെ നാമം മാത്രം ഏറ്റവും ശ്രേഷ്ഠകരമായി ഉയരപ്പെടണമേ. കൃപയിൽ അവിടുന്ന് പൊതിയണം. വിശേഷാൽ ഇന്ന് ഒരുമിച്ച് ഈ ഡെയിലി പ്രോമിസ് വേർഡ് എന്ന ശുശ്രൂഷകളിൽ
കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ സഹായിച്ച ദാനങ്ങൾക്ക് നന്ദി പറയും. മഹത്വമെല്ലാം ദൈവത്തിന് അർപ്പിക്കും. ഇന്ന് നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. വലിയ വിജയം നൽകി കൊടുത്തുമായി പ്രാർത്ഥന ഘടത്തിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ്.